ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ആൻറ്റിക്ക് ലുക്കിലുള്ള ഒരു സിമൻറ്റ് ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു മോൾഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മോൾഡിന് വേണ്ടി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എടുത്തേക്കുന്നത് മണ്ണാണ്, സാധാ നമ്മുടെ തൊടിയിലെ മണ്ണ്. അപ്പോൾ മണ്ണിന് പകരം മണലല്ലെങ്കിൽ പാറപ്പൊടി ആയിരുന്നാലും നിങ്ങൾക്ക് എന്ത് വേണോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഴയ കോട്ടൺ തുണിയും പിന്നെ കുറച്ച് സിമൻറ്റ് പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടെയാണ്. അപ്പം ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത സിമൻറ്റ് പൊടിയിൽ നമ്മുടെ കോട്ടൻ്റെ തുണി നല്ലവണ്ണം മുക്കിയിട്ട് നമുക്ക് ആ മോൾഡിന് ചുറ്റാതെ ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ആ തുണിയുടെ പുറത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ സാധാ സിമൻറ്റ് പൗഡർ മാത്രം അതും കൂടെ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ആ തുണിയിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ നമുക്ക് സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുമ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സിമൻറ്റ് മിക്സ് ചെയ്തിരിക്കുന്നത് മണലും സിമൻറ്റും കൂടെ തുല്യ അളവിലാണ്. സിമൻറ്റ് 1 മണൽ 1 എന്നുള്ള അളവിൽ തന്നെയാണ് മണലും സിമൻറ്റും എടുത്തേക്കുന്നത്. അപ്പോൾ അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾഡിന് ചുറ്റാതെ ഏകദേശം 1 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കും. അപ്പോൾ റൗണ്ട് ചെയ്ത് എല്ലാ സൈഡിലും 1 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന സിമൻറ്റ് നല്ല ഉണക്ക് ഒരുപാട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത് വെള്ളം ചേർക്കാത്ത പൊടി അതും കൂടെ നല്ലവണ്ണം സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചതിൻ്റെ മുകൾ സൈഡിലും എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ അതും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പെട്ടെന്നൊന്ന് മാറിക്കിട്ടും. സിമൻറ്റ് പൊടിയും മണലും കൂടെ മിക്സ് ചെയ്ത വെള്ളം ചേർക്കാത്ത പൊടി കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം നമ്മൾ നേരത്തെ തേച്ച് പിടിപ്പിച്ച സിമൻറ്റിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ആ പൊടിയും പിടിച്ചെടുക്കും. എന്നിട്ട് അതും കൂടെ തേച്ച് കരണ്ടി കൊണ്ട് തന്നെ തേച്ച് നല്ലവണ്ണം തേച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലവണ്ണം തേച്ച് ഒതുക്കിയെടുത്തിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പലക പീസ് നല്ല വൃത്തിയുള്ള പ്ലൈവുഡിൻ്റെ തുണ്ടായിരുന്നാലും മതിയാകും. അപ്പം അതിൽ വീതിയുള്ള ഒരു പീസാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ച് റൗണ്ട് ചെയ്ത് ചെറിയൊരു ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത് റൗണ്ട് ചെയ്ത് നമ്മൾ മോൾഡിനെ ചുറ്റാതെ നല്ലവണ്ണം പ്രസ് ചെയ്ത് വലിച്ചു കൊടുത്ത ഏകദേശം ഉള്ള റൗണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ഒട്ടിച്ച് കൊടുക്കാനുള്ള സ്ഥലത്തും കൂടെ സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെയും കൂടെ കരണ്ടി കൊണ്ട് തന്നെ തേച്ച് വൃത്തിയാക്കി റൗണ്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡും റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ സൈഡും കൂടെ നമുക്ക് ഏകദേശം 1 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ അവിടെയും കൂടെ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജും ആ എൻ്റെയൊക്കെ നല്ല ക്ലിയർ ചെയ്ത് തന്നെ കരണ്ടി കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകൾ സൈഡിലൊരു ഹോൾ ഇടുക. അവിടെ കരണ്ടി കൊണ്ട് തന്നെ ചെറിയൊരു കുഴി കൊടുത്തിട്ട് പിന്നെ ഒരു PVC പൈപ്പിൻ്റെ ഒരു പീസ് അകത്തോട്ട് ഇറക്കി വെച്ച് അതിന് ചുറ്റാതെയും കൂടെ ചെറിയ കരണ്ടി കൊണ്ട് തന്നെ തേച്ചെടുക്കാം. തേച്ചെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ചെടിച്ചട്ടിയുടെ റൗണ്ട് ചുറ്റാതെ നല്ലവണ്ണം ബ്രഷ് ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ ഏകദേശം കരണ്ടിയുടെ പാടും ആ തടുപ്പൊക്കെ ഒന്ന് മാറി കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിസൈഡിലും ഏറ്റവും മുകൾ സൈഡിലും 2 ബോർഡർ കൊടുക്കണം.
അപ്പോൾ ആ ബോർഡർ എന്ന് പറയുമ്പം ഏകദേശം 1 ഇഞ്ച് വീതി വരത്തക്ക രീതിയിലുള്ള ബോർഡറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ മുകൾ സൈഡിലും അടി സൈഡിലും കൂടെ ഒരു ചെറിയ കനം മതിയാകും, ഒരുപാട് കനമൊന്നും വേണ്ട. ചെറിയൊരു കനത്തിന് കോരി ഒട്ടിച്ചിട്ട് റൗണ്ട് ചെയ്ത് പിന്നെ എല്ലാ സൈഡും കോരി ഒട്ടിച്ച് ആ കരണ്ടി കൊണ്ട് തന്നെ ഒന്ന് തേച്ച് അതിനെ വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ ചുറ്റാതെ എല്ലാ സൈഡും തേച്ചിട്ട് അതിനും കൂടെ കരണ്ടി കൊണ്ട് വൃത്തിയാക്കി എല്ലാ സൈഡും തേച്ച് നല്ല ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. മുകളിലും താഴെയും താഴ്ന്നുള്ള തറയിൽ നിന്നുള്ള പൊക്കം ചുറ്റാതെ നമ്മൾ കുറിച്ചിട്ട് അടി സൈഡും കട്ട് ചെയ്യാം. മുകൾ സൈഡിൽ മുകളിലത്തെ എൻഡ് ഇന്ന് താഴോട്ട് അളവ് വെച്ചിട്ട് അതിനെ റൗണ്ട് ചെയ്ത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അളവ് അടി സൈഡിൽ അളവ് വയ്ക്കുന്നത് ചെറിയൊരു ഈർക്കിലെടുത്ത് അതിൻ്റെ ആ ഒരു അടി സൈഡിൽ നമ്മൾ ചെടിച്ചട്ടിയുടെ മോൾഡ് വെച്ചേക്കുന്ന ആ തറയിൽ നിന്ന് തന്നെയുള്ള പൊക്കം റൗണ്ട് ചെയ്ത് ചുറ്റാതെ മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് ഏറ്റവും ടോപ്പ് മട്ടത്തിൽ നിന്ന് താഴോട്ടും മാർക്ക് ചെയ്തിട്ട് നമ്മൾ കറണ്ട് കൊണ്ട് തന്നെ ആ മാർക്കുകളിൽ വര കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തുള്ള എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് അതിനൊരു രണ്ട് സെൻറ്റർ ഭാഗത്തുകൂടി 2 വരകൾ കൊടുക്കണം. അപ്പോൾ അത് 4 പീസുകളായിട്ട് നമുക്കതിനെ മാർക്ക് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ആ 4 സൈഡിൽ അതിനകത്തൂടെ ഒരു ബോർഡറും കൂടെ പിടിക്കാനുണ്ട്. അപ്പോൾ ആ 4 വരകളിൽ 4 ബോർഡറും കൂടെ കൊടുക്കണം. ഇപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ആ ബോർഡറുകളിൽ തടിയുടെ ഒരു ഷേപ്പിലുള്ള രീതിയിലാണ് ഞാൻ വരച്ചേക്കുന്നത്. ബാക്കി അതിനകത്തുള്ള പ്ലെയിൻ കോളത്തിനകത്ത് കൊടുത്തേക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടികയുടെ ഷേപ്പിലുള്ള രീതിയിലാണ് സാധാ കരണ്ടി ഉപയോഗിച്ച് വരച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റാതെ 4 സൈഡിലും നമുക്ക് സിമൻറ്റ് ശകലം കട്ടിക്ക് ആ എൻഡ് മാത്രം തടിച്ച് നിൽക്കത്തക്ക രീതിയിൽ സിമൻറ്റ് കോരി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ചെടിച്ചട്ടിയോടുകൂടി തേച്ച് തീർക്കുക. അത് കഴിഞ്ഞിട്ട് ആ എഡ്ജ് ഭാഗങ്ങൾ എല്ലാം തടുപ്പായിട്ട് തന്നെ നിർത്തണം. എന്നിട്ട് അതിൻ്റെ കട്ട് ചെയ്യപ്പോഴും അതിൻ്റെ 4 കോണുകളും ഒന്ന് ചരിച്ച് മുനകണക്ക് തന്നെ മുകളിലോട്ട് കരണ്ടി കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യപ്പോൾ ആ തടുപ്പായിട്ട് തന്നെ കാണിക്കണം.
അപ്പോൾ അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഇഷ്ടികയുടെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വലിയ ബോൾസും നമ്മുടെ തടിയുടെ ആകൃതിയിൽ വരച്ചേക്കുന്നതിൻ്റെ അവിടെ ചെറിയ ആണിയുടെ ലുക്കിലുള്ള ചെറിയ ബോൾസുമാണ്. അപ്പോൾ അതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ബാക്കി വരുന്ന ആ മുകളിലത്തെ ബോർഡറിലൊക്കെ ചരിച്ച് തന്നെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഏകദേശം ഒരു 2-3 ദിവസം നല്ലോണം നനച്ചു കൊടുക്കുക. അപ്പോൾ നനച്ചെല്ലാം കൊടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെടുത്ത് തിരിച്ച് വെച്ച് അതിനകത്തുള്ള മണ്ണെല്ലാം കോരി മാറ്റാം. അപ്പം കോരി മാറ്റി അതിനകം വന്ന് നല്ലവണ്ണം വെള്ളത്തിലിട്ട് കഴുകി എടുക്കുക. അത് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന എല്ലാ കളറും ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. ഫസ്റ്റ് കോട്ട് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക്, ഒരു കോട്ട് അകവും പുറവും എല്ലാ സൈഡിലും വരത്തക്ക രീതിയിൽ ഒരു കോട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ആ ചുവരിൻ്റെ ഭാഗത്തൊക്കെ ആക്രിലിക്കിൻ്റെ ഗ്രീനാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഇഷ്ടികയ്ക്ക് കൊടുക്കാൻ എടുത്തേക്കുന്നതെല്ലാം റെഡ് തന്നെയാണ്. അടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ ബോൾസിലൊക്കെ ആക്രിലിക്കിൻ്റെ ഓറഞ്ചും ആ ചെറിയ നമ്മുടെ ആണിയുടെയൊക്കെ ഷേപ്പിൽ വരച്ച് വെച്ചിരിക്കുന്നതിൽ ആക്രിലിക്കിൻ്റെ സിൽവറുമാണ് അടിക്കുന്നത്. പിന്നെ തടിയുടെ ആകൃതിയിൽ വരച്ചേക്കുന്ന ആ ചെറിയ ബോർഡറിലൊക്കെ ആക്രിലിക്കിൻ്റെ ഓറഞ്ച് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുകളിൽ കൊടുത്തേക്കുന്നതിൻ്റെ അടിയിൽ കൊടുത്തേക്കുന്നതിൻ്റെ ബോർഡറിൽ സിൽവറിൻ്റെ കളറ് ഏകദേശം ബ്രഷിൽ നൈസായിട്ടൊന്ന് ആ എഡ്ജ് ഭാഗങ്ങളിലെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെടിയുടെ പണിയൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.